കനത്ത വേനലിൽ ജലജന്യ രോഗങ്ങളെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. എറണാകുളം ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തുവെങ്കിലും ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വീര്യം കുറഞ്ഞ ഇനം അമീബയാണ് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിട്ടുള്ളത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വേനൽ കടുത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ജലജന്യ രോഗങ്ങളുടെ ഒരു ആശങ്ക കൂടി ഉണ്ടാകുന്നത്. എന്തായാലും കൊച്ചിയിൽ ആശങ്ക വേണ്ട എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോൾ എങ്ങനെയാണ് കാര്യം? കനത്ത വേനലിൽ ജലജന്യ രോഗങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് 2 അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ചുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗുരുതരമായിട്ടുള്ള ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന സാഹചര്യങ്ങളൊന്നും തന്നെയില്ല. ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന അമീബിക് മസ്തിഷ്ക ജ്വരമല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വീര്യം കുറഞ്ഞ ഇനം അമീബയാണ് രോഗം പകർത്തിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ഈ നീന്തൽക്കുളങ്ങളൊക്കെ തന്നെ ശുദ്ധീകരിക്കണമെന്ന്. ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 കേസുകളിലും ശുദ്ധീകരിക്കാത്ത നീന്തൽക്കുളത്തിൽ കുളിച്ചതുകൊണ്ടാണ് രോഗം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരം നീന്തൽക്കുളങ്ങൾ വൃത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ ശുചിയാക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല വയറിളക്കം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനും നിർദ്ദേശം എന്നുള്ള രീതിയിൽ ആരോഗ്യവകുപ്പ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ജ്യൂസ് കടകളിലൊക്കെ തന്നെ ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ ഈ പറയുന്ന രോഗങ്ങൾ പകരാനായിട്ട് അല്ലെങ്കിൽ പടർത്താനായിട്ട് സാഹചര്യങ്ങൾ വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കടകൾ കേന്ദ്രീകരിച്ച് നിശ്ചിത ഇടവേളയിൽ പരിശോധനകൾ കർക്കശമാക്കിയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ജ്യൂസുകളാണെങ്കിലും ശീതളപാനീയങ്ങളാണെങ്കിലും തയ്യാറാക്കുവാൻ പാടുള്ളൂ. അത്തരം നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. നിലവിൽ കനത്ത ജാഗ്രത പാലിക്കണം. എല്ലായിടത്തും ശുചിത്വം പാലിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണം. രോഗാണു പകർന്ന ഇടങ്ങളിൽ സമ്പർക്കം പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അത് നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും അവർ പറയുന്നുണ്ട്. കൃത്യമായിട്ട് പരിശോധനകൾ കടകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. രേഷ്മ, അതോടൊപ്പം തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത ആ ഒരു രോഗി, ആ രോഗിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ആരോഗ്യസ്ഥിതി കുഴപ്പമൊന്നുമില്ല. നിലവിൽ ഈ 2 രോഗികളും ആശുപത്രി വിട്ടിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിരുന്നില്ല. വീര്യം കുറഞ്ഞ അമീബയാണ് ഈ രോഗം പടർത്തിയത്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് വകവയ്ക്കേണ്ടതില്ല അല്ലെങ്കിൽ ആശങ്ക ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞത്. എന്തായാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 കേസുകളിലെയും രോഗികൾ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട്. എന്തായാലും നീന്തൽക്കുളങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ പരിശോധനകൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആരോഗ്യ വിഭാഗം നടത്തുന്നുണ്ട്. രാഖി. ശരി രേഷ്മ, കനത്ത വേനലിൽ ജലജന്യ രോഗങ്ങളെ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് ഒരിക്കൽ കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നത്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.